മൈ ലൈഫ് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു 4 മണി പലഹാരമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഉള്ളിവട എൻ്റെ ഒരു സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഇതിങ്ങനെയൊന്നും ആവില്ല നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, പക്ഷേ ഇങ്ങനെ ഒന്ന് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കൂ. സൂപ്പറായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സവോള, ഒരു 2-3 പച്ചമുളക്, ഈ മുളകിന് അധികം എരിവില്ല, അതുകൊണ്ടാണ് കേട്ടോ 4 എടുത്തിരിക്കുന്നത്. അത്രയും ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില, ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്, അത് ഇതിൽ കാണിക്കാൻ മറന്നുപോയി, പക്ഷെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, സവോള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കടിക്കാൻ കിട്ടണം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ആണെങ്കിലും ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് അത്രേ ഉള്ളൂ. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും മറ്റേ സോഡ ബൈകാർബ്, എന്താ അതിന് പറയുന്നത്, ആ സാധനം സോഡാപ്പൊടി എന്ന് പറയില്ലേ, അതും ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാന്ന് തോന്നിയിട്ടുണ്ട്, കുറച്ചും കൂടെ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ആ ഉള്ളിയുടെ നീരൊക്കെ അതിലോട്ട് ഒന്ന് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചൊന്ന് പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സെമി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് എടുക്കുന്നത്. ഇപ്പോൾ ഉള്ളിവട അല്ലാതെ ഉണ്ടാക്കുന്നതും ഉണ്ട്, നമുക്ക് ഈ മാവ് ടൈറ്റ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് കൊടുത്തിട്ടാണേലും ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ കോരി ഒഴിച്ച് ചെയ്യുന്ന രീതിയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റായിട്ടുണ്ട് ഇവിടെ മാവ്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതിന് വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് ചായ അപ്പുറത്ത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ഉള്ളിവട സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണയിൽ വേണേലും ചെയ്തെടുക്കാം, എണ്ണ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിലേക്ക് നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് മാവ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും പറയാൻ വിട്ടുപോയി. ഒന്ന് പൊങ്ങിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ ഈ മാവ് കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിട്ടുപോയി, അതും ഓപ്ഷനിലാണ്. അതിന് പകരം നമുക്ക് മറ്റേ സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ലപോലെ പൊങ്ങി വരും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലതാണ്. മൈദയ്ക്ക് പകരം എനിക്ക് തോന്നുന്നു ഗോതമ്പൊടി എടുത്താലും ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഇനിയും വീണ്ടും കാണാം. എനിക്ക് ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനും കഴിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായം അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടോ, ഫൈനൽ റിസൾട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. അകത്ത് നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അല്ലേ. അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ആ ഉപ്പിൻ്റെയും ഉള്ളിയുടെയും ചെറിയൊരു എരിവും ഒക്കെ ആയിട്ടേ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുണ്ടോ, മോൾ അതെടുത്തിട്ടൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.